എക്സാമിന് ചോദിക്കാറുണ്ട് വെക്ടർ ഫോം ഓഫ് ഓംസ് ലോ എന്താണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഓംസ് ലോന്റെ ഇക്വേഷൻ എടുക്കുകയാണ്. V = IR. ഇതാണ് ഓംസ് ലോന്റെ ഇക്വേഷൻ. ഈ V എന്താണ്? പൊട്ടൻഷ്യലാണ്. I എന്താണ്? കറണ്ട് ആണ്. R എന്താണ്? റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം റെസിസ്റ്റൻസിന്റെയും റെസിസ്റ്റിവിറ്റിയും കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? R = ρL/A. ഇത് എല്ലാവർക്കും അറിയാം. പിന്നെ അതേപോലെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. V = ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ലെങ്ത്. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ വിന്റെ സ്ഥലത്ത് ഞാൻ എന്ത് കൊടുക്കുകയാണ്? E × L എന്ന് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ആറിന്റെ സ്ഥലത്ത് ഞാൻ എന്ത് കൊടുക്കുകയാണ്? ρL/A എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ I × ρL/A. ഓക്കെ അല്ലേ? അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഈ L ഉം എന്ത് ചെയ്യാൻ പറ്റും? വെട്ടിക്കളയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി? E = I / A × ρ. ഇതെന്താണ്? I / A. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. I / A. I / A എന്ന് പറഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റിയാണ്. I/A = എന്താണ്? കറണ്ട് ഡെൻസിറ്റി എന്താണ്? J ആണ്. അതൊരു വെക്ടറാണ്. അതേപോലെ ഇയും വെക്ടറാണ്. അപ്പോൾ ഇതെന്താണ്? J ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി? E = J ρ എന്ന് എഴുതാം. ഇത് റോ അല്ല, J എന്താണ്? വെക്ടറാണ്. അതേപോലെ E എന്താണ്? വെക്ടറാണ്. സോ ഇതാണ് എന്ത്? ഓംസ് ലോന്റെ വെക്ടർ ഫോം.